കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമം, അതിൻ്റെ ജപം, അത് പ്രാധാന്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ജപം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വേനൽ അവധിക്കാലത്ത് ഈ വിഷ്ണു സഹസ്രനാമ ജപങ്ങൾ അല്ലെങ്കിൽ മന്ത്ര ഉപാസന ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ജീവിതത്തെ കുറച്ചുകൂടെ ലൈറ്റാക്കിയിട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്കും കഴിയും. അവർക്കതിൻ്റെ പ്രാധാന്യം കുഞ്ഞു നാളിലേ മനസ്സിലായി തുടങ്ങും. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു നല്ല ഒരു സമയം തന്നെയാണ് ഈ ഒരു വേനൽ അവധിക്കാലം. അപ്പോൾ നമ്മുടെ സാത്വിക മൂർത്തിയായ വിഷ്ണു ഭഗവാന്റെ സഹസ്രനാമങ്ങൾ അതിരാവിലെ അല്ലെങ്കിൽ പ്രഭാതവേളയിൽ ഉരുവിടുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുകയും അത് നമുക്ക് നമ്മളെന്താണോ നമ്മുടെ ആ സങ്കല്പത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം അത് അങ്ങനെ ആയി മാറുന്നത് തന്നെ കാണാം. അപ്പോൾ നമ്മൾ പലതും ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വഴിപാടുകൾ ചെയ്തുകൊണ്ടോ ഒന്നും പെട്ടെന്ന് അങ്ങനെ എല്ലാം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ നാമജപ പാരായണങ്ങൾ അല്ലെങ്കിൽ നാമജപങ്ങളും പാരായണങ്ങളും ഒക്കെ തന്നെ. അത് ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് ഡെയിലി ജപിക്കാനോ ഒക്കെ നമ്മൾ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 791 മുതൽ 800 വരെയുള്ള നാമങ്ങളിൽ അതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗത്ത് വരുന്ന ശ്ലോകങ്ങൾ ഉദ്ഭവസുന്ദര സുന്ദോ രത്നനാഭ സുലോചനാർക്കോ വാജസന ശൃംഗി ജയന്ത സർവവിജയി സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര. ആ ഒരു ഭാഗത്താണ് ഈ ഒരു 791 മുതൽ 800 വരെയുള്ള നാമങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ 791 അത് സുന്ദരഹ എന്നാണ്. അതായത് ലോകത്തെ അതിശയിപ്പിക്കുന്നു ഭഗവാൻ, സൗന്ദര്യം കൊണ്ട് അതിശയിപ്പിക്കുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ സൗന്ദര്യവും ഭഗവാൻ കൃഷ്ണൻ്റെ സൗന്ദര്യവും അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് പറയുമ്പോൾ തന്നെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ സൗന്ദര്യത്തിൻ്റെ ഒരു മൂർത്തിമദ്ഭാവമാണ്. അതുപോലെ തന്നെ ലോകത്തെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമുള്ളവനാണ് ഭഗവാൻ, സുന്ദരനാണ്, സുന്ദരഹ. ഇനി 792 സുന്ദഹ. സുന്ദഹ എന്ന് പറയുമ്പോൾ ആർദ്രഭാവം ചെയ്യുന്നവൻ, ആർദ്രത ഭഗവാന്റെ ഒരു ഭാവമാണ്. കാരുണ്യം, അതാണ് കാരുണ്യമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കാരുണ്യമൂർത്തിയാണ്. കാരുണ്യം ഭഗവാന്റെ ഒരു ഭാവമാണ്. അപ്പോൾ സുഷ്ടുവാം വണ്ണം ആർദ്രഭാവം ചെയ്യുന്നവൻ അതാണ്, അല്ലെങ്കിൽ നല്ലവണ്ണം ഉന്തനം ചെയ്യുക, അതാണ് സുന്ദഹ. സു എന്ന് പറയുമ്പോൾ നല്ലത്, നല്ലവണ്ണം എന്നുള്ള അർത്ഥമാണ്. നല്ലവണ്ണം ഉന്ധനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ആർദ്രഭാവം ചെയ്യുന്നവൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ആർദ്രത ഉള്ള ഭഗവാൻ എന്നർത്ഥം. കാരുണ്യം, അതായത് സമസ്ത ജീവന്മാരോടും കാരുണ്യഭാവം ഭഗവാന്റെ പ്രത്യേകതയാണ്, അത് ഭഗവാനിൽ ഉള്ളതാണ്. ഇനി 793 രത്നനാഭ. രത്നം പോലെ ശോഭയുള്ള ആകർഷകമായ നാഭിയോടുകൂടിയവൻ. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ നാഭി വളരെ പ്രസിദ്ധമാണല്ലോ. അതായത് എല്ലാ പ്രപഞ്ചത്തെയും തന്നിൽ ലയിപ്പിച്ച് യോഗനിദ്രയിൽ മുഴുകുന്ന ആ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ആനന്ദശയനം, ആ ഒരു രൂപം നമുക്കറിയാമല്ലോ. അത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള താമര, ആ താമരയിൽ ബ്രഹ്മാവാണല്ലോ പ്രപഞ്ച സൃഷ്ടി നടത്തിയത്. അതിന് കാരണമായിട്ടുള്ള താമര വന്നത് ഈ നാഭിയിലൂടെയാണ്. അതുകൊണ്ടാണ് രത്നനാഭ, രത്നം പോലെ ശോഭയുള്ള നാഭിയോടുകൂടിയവൻ എന്നുള്ള അർത്ഥം. ഇനി 794 സുലോചന. ലോചനം കണ്ണാണ്, സുലോചനം നല്ല കണ്ണുകളോട് കൂടിയവൻ, നല്ല കണ്ണുള്ളവൻ. അതായത് നല്ല കണ്ണെന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ഭംഗിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നല്ല ദർശനത്തിന് ഉള്ള സമർത്ഥമായ കണ്ണുള്ളവൻ, അതാണ് അതിൻ്റെ അർത്ഥം.
അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പലതരം കാഴ്ചകളിൽ ഭ്രമിക്കുന്നു, അതിനോട് അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ അങ്ങനെ വിഷയബന്ധമില്ലാത്ത കാഴ്ചകൾ, അതാണ് ഭഗവാന്റെ ആ വിഷയബന്ധമില്ലാത്ത സൂക്ഷ്മജ്ഞാനമാണ് ഭഗവാന്റെ ആ ഒരു കണ്ണുകളിലൂടെ കാണുന്നത്. പക്ഷേ ആ ജ്ഞാനം കണ്ണിലൂടെ ജ്ഞാനമാണ്, അത് സൂക്ഷ്മജ്ഞാനമാണ്, അതിൽ വിഷയബന്ധമില്ല. പക്ഷെ നമ്മൾ കാണുന്നതൊക്കെ വിഷയബന്ധങ്ങളായിരിക്കും. നമുക്ക് ആകർഷണം തോന്നുന്നതും പ്രലോഭനങ്ങൾ തോന്നുന്നതായിട്ടുള്ള പല തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെ കാണുന്നത്. അപ്പോൾ ഭഗവാന്റെ വിഷയബന്ധമില്ലാത്ത സൂക്ഷ്മജ്ഞാനത്തെയാണ് ഇവിടെ നല്ല കണ്ണുകൾ എന്ന് പറയുമ്പോൾ അർത്ഥം. ആ ജ്ഞാനമാണ്, സൂക്ഷ്മജ്ഞാനമാണ് ഈ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി 795 അർക്ക സൂര്യൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അല്ലെങ്കിൽ സകല ദേവന്മാരാലും പൂജിക്കപ്പെടുന്നവൻ ഭഗവാൻ. അപ്പോൾ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവാദി ഗണങ്ങളും ഭഗവാനെ പൂജിക്കുന്നു. അതുകൊണ്ട് സകല ദേവന്മാരാലും പൂജിക്കപ്പെടുന്നവൻ, അതാണ് അർക്കഹ. അല്ലെങ്കിൽ 12 ആദിത്യന്മാരുണ്ടല്ലോ, അതുപോലെ അതിൽ പിന്നെ ഭഗവാൻ തന്നെയാണ് ആദിനാരായണൻ എന്ന് പറയുന്ന ആദിത്യൻ. അത് വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് സർവ്വസാക്ഷിയായിട്ട് സകല ഭൂതങ്ങളെയും പോഷിപ്പിക്കുന്ന ആദിത്യൻ ഭഗവാൻ ശ്രീനാരായണൻ തന്നെയാണ്. ഇനി 796 വാചസന. വാചം അന്നം, സന ദാനം, ദാതാവ്. അപ്പോൾ അന്നം ദാനം ചെയ്യുന്നവൻ, അന്നം പ്രദാനം ചെയ്യുന്നവൻ, അന്നം കൊടുക്കുന്നവനാണ് ഭഗവാൻ. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള അന്നം ഭഗവാൻ പ്രദാനം ചെയ്യുന്നു എന്ന് പറയാം. ഇനി 797 ശൃംഗി എന്ന് പറയുമ്പോൾ കൊമ്പ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഭഗവാന്റെ 2 അവതാരത്തിൽ കൊമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രൂപമുണ്ട്. അതായത് മത്സ്യാവതാരത്തിൽ പ്രളയം വന്ന് എല്ലാം മുങ്ങിയപ്പോൾ ഒരു നൗകയിൽ പിന്നെ ആവശ്യമുള്ള എല്ലാം ശേഖരിച്ച് അങ്ങനെ ഭൂമിയെ വീണ്ടും ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ വേണ്ടി എല്ലാം കരുതി വെച്ചു. ആ നൗകയെ ഭഗവാൻ മത്സ്യാവതാര രൂപത്തിൽ ഭഗവാന്റെ ആ കൊമ്പ്, മത്സ്യത്തിൻ്റെ ആ ഒരു കൊമ്പിൽ വലിയൊരു കൊമ്പിൽ ഇതെല്ലാം കെട്ടി ഈ നൗകയെ കെട്ടി വലിച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രൂപം, മത്സ്യത്തിൻ്റെ രൂപം ധരിച്ചവൻ, അതാണ് ശൃംഗമുള്ളവൻ. പ്രളയസമുദ്രത്തിൽ കൊമ്പുള്ള മത്സ്യത്തിൻ്റെ ഒരു കൊമ്പ് ചില മത്സ്യങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, ആ മത്സ്യത്തിൻ്റെ കൊമ്പുള്ള മത്സ്യത്തിൻ്റെ രൂപം ധരിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ശൃംഗി, കൊമ്പുള്ള മത്സ്യത്തിൻ്റെ രൂപം ധരിച്ച മത്സ്യാവതാരമായിട്ട് അവതാരമെടുത്ത ഭഗവാൻ എന്ന അർത്ഥം. ഇനി വേറൊരു വരാഹാവതാരത്തിലും ഭഗവാന്റെ ഒരു കൊമ്പ് തേറ്റ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു തേറ്റയുണ്ട്. ആ തേറ്റ ഒരു കൊമ്പ് പോലെ തന്നെയാണ്. ഈ തേറ്റ മേലാണ് ഭഗവാൻ ഭൂമിയെ, രസാതലത്തിൽ നിന്ന് മുങ്ങിപ്പോയ ഭൂമിയെ അവിടെ നിന്നും ഉദ്ധരിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ യജ്ഞാവതാരമായിട്ട് ഭഗവാൻ അവിടെയും തൻ്റെ ശൃംഗം, അതായത് തൻ്റെ ആ കൊമ്പിൽ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ 2 രീതിയിൽ ഭൂമിയെ ഭഗവാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ശൃംഗി എന്ന നാമം. 798 ജയന്തഹ ജയിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്, ജയിപ്പിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഭഗവാൻ എപ്പോഴും എല്ലാ കഥകളിലും ഒക്കെ എല്ലാ അവതാരങ്ങളിലും ഭഗവാനാണ് ജയിക്കുന്നത്. ഇപ്പോൾ രാവണ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോൾ ജയിച്ചല്ലോ, രാവണനെ വധിച്ച് ഭഗവാൻ ജയിച്ചു. അതുപോലെ ഒരുപാട് അസുരന്മാരെ വധിച്ചത് ശ്രീകൃഷ്ണാവതാരത്തിൽ നമുക്ക് ആ കഥകളൊക്കെ അറിയാം. അതുകൊണ്ട് 798 ജയന്തഹ ജയിക്കുന്നവൻ അല്ലെങ്കിൽ ജയിപ്പിക്കുന്നവൻ എന്നർത്ഥം. ഇനി 799 സർവവിജയി എന്ന് പറയുമ്പോൾ അതിൽ 2 വാക്കുകളുണ്ട്. സർവവിത് പ്ലസ് ജയി. സർവവിത് എല്ലാം അറിയുന്നവൻ, ജയി എപ്പോഴും ജയിക്കുന്ന സ്വഭാവമുള്ളവൻ. അപ്പോൾ ഭഗവാൻ എല്ലാം അറിയുന്ന സർവജ്ഞനുമാണ്, എല്ലായ്പ്പോഴും ജയിക്കുന്ന
സ്വഭാവമുള്ളവനുമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വിജയിയുമാണ്, എപ്പോഴും സർവജ്ഞനുമാണ് സർവ്വവിധ്. ജയി എന്ന് പറയുമ്പോൾ വിജയനുമാണ്. അപ്പോൾ സർവജ്ഞനുമാണ് വിജയിയുമാണ് ഭഗവാൻ. അല്ലെങ്കിൽ മറ്റാർക്കും ഭഗവാനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഭഗവാൻ തൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള രാഗദ്വേഷ മനോമാലിന്യങ്ങളെയൊക്കെ, ബാഹ്യശത്രുക്കളെയും ആന്തരികമായിട്ടുള്ള ശത്രുക്കളെയും വരെ ജയിച്ചു. അല്ലെങ്കിൽ പല അസുരന്മാരെയും ജയിച്ചു. ബാഹ്യമായിട്ട് പല അസുരന്മാരെയും യുദ്ധങ്ങളിലൊക്കെ ജയിച്ചു. അതുപോലെ ജയിക്കാൻ വിഷമമുള്ളതാണ് നമ്മുടെ ഉള്ളിലെ ഷഡ്വൈരികൾ, കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ. അതിനെയും ഭഗവാൻ ജയിച്ച, അതാണ് ജയിക്കുന്നവൻ, വിജയി എന്നർത്ഥം. ഇനി 800 നാമം 800 സുവർണ ബിന്ദു. സുവർണ ബിന്ദു ഭഗവാന്റെ ബിന്ദുക്കൾ അല്ലെങ്കിൽ അവയവങ്ങൾ എന്നാണ് അർത്ഥം. സുവർണ ബിന്ദു സ്വർണ്ണ നിറത്തിലുള്ള അവയവങ്ങളോടുകൂടിയ ഭഗവാൻ, സ്വർണ്ണതുല്യങ്ങളായ അവയവങ്ങളുള്ളവൻ. അപ്പോൾ നേരത്തെ ഹേമാങ്ക എന്ന് പറഞ്ഞിട്ടൊരു നാമം ഉണ്ടായിരുന്നു 738. അവിടെയും ഹേമാങ്ക എന്ന് പറയുമ്പോൾ ഹേമം സ്വർണം, സ്വർണത്തിൻ്റെ അംഗങ്ങളോട് കൂടിയാണ്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും. സുവർണ ബിന്ദു, സുവർണ നിറത്തിലുള്ള അവയവങ്ങൾ, ബിന്ദു അവയവങ്ങളോട് കൂടിയ ഭഗവാൻ. അപ്പോൾ അത് ഭഗവാൻ ഓംകാര സ്വരൂപനാണ് എന്നുള്ള വേറൊരു അർത്ഥം കൂടെ ഈ ഒരു നാമത്തിനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാന്റെ നാമങ്ങൾ അതിശ്രേഷ്ഠമാണ്. ഓരോ നാമങ്ങളുടെയും അർത്ഥം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇന്ന് നോക്കിയത് 791 മുതൽ 800 വരെയുള്ള നാമങ്ങളാണ്. അതായത് ഉദ്ഭവസുന്ദര സുലോചനാർക്കോ വാചസനശൃംഗി ജയന്ത സർവവിജയി സുവർണ ബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര. ആ ഭാഗത്താണ് ഈ നാമങ്ങൾ 791 മുതൽ 800 വരെയുള്ള നാമങ്ങൾ. അപ്പോൾ ഇത്രയും നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.